ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്നല്ലോ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. വിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഴയ നിയമം തൊട്ടേ കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പ്രത്യേക സേവനത്തിനായി ദൈവം തന്റെ ദാസന്മാരെ പരിശുദ്ധാത്മാവിൽ നിറച്ചതായിട്ടാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നതിന്റെ പഴയ നിയമത്തിലെ ആശയം പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെതുപോലെ ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. പഴയ നിയമത്തിൽ കാറ്റ്, ശ്വാസം എന്നിങ്ങനെ അത് തർജിമ ചെയ്തിട്ടുള്ള റൂഹ എന്ന എബ്രായ വാക്കാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:2 നമുക്ക് സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ തന്നെ വളരെ വ്യക്തമായി ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് അവിടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 33:6 യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്നാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 34:4 ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 104-ാം സങ്കീർത്തനത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നു, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഇസ്രായേലിനോടുള്ള ബന്ധത്തില് ആ ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ശ്വാസം ചെല്ലുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നത്, പുതിയ ജീവൻ പ്രാപിക്കുന്നത് ഒക്കെ അവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവനിലേക്ക് ഊതിയ ജീവന്റെ ശ്വാസം നിസ്സംശയം അത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. ദൈവം ആദ്യ മനുഷ്യനിലേക്ക് ജീവശ്വാസവും അതേപോലെ ഒരു പ്രത്യേകതയോടുകൂടെ തന്നെ അത് പകർന്ന് നൽകിയതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഇത് ദൈവ ജീവനും മനുഷ്യ ജീവനും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യങ്ങളിൽ ദൈവം ആ തൃപ്തം സമ്മേളിച്ച് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്നവിടെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിന്റെ പങ്ക് അവിടെയും നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഇപ്രകാരം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അവന്റെ ഉള്ളിൽ ദൈവമാക്കിയിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ലോകത്തിലേക്ക് തിരിയുമ്പോൾ പൈശാചികൻ അവനെ കീഴടക്കുന്നു, അവന്റെ ശരീരത്തെ ജഡമയമാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാവിന്റെ ചിന്തയിൽ നിന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ട് പൈശാചികന്റെ ചിന്ത അവന്റെ ഹൃദയത്തിൽ കൊടുക്കുകയും സകലവിധമാകുന്ന പാപത്തിലേക്കും ഒരു ജഡീകനെ വലിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അവന്റെ ജഡം പാപം ചെയ്യുവാനുള്ള ഒരു ഉപകരണമാക്കി പിശാച് തീർത്തു കളയുന്നതാണ് നാം ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നമുക്കൊരു വിലയേറിയ ആത്മാവുണ്ട്. അത് ദൈവത്തിന്റെ ദാനമാണ്. അതിനെ സൂക്ഷിക്കേണ്ടത് അവനവന്റെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മാവിനെ നശിപ്പിച്ചു കളയാതെ വണ്ണം നിത്യതയിലേക്ക് അതിനെ ഒരുക്കിയെടുക്കേണ്ടതിനായിട്ട് ദൈവവചനത്തിൽ
പൂർണ്ണമായി നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ. തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ. തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം